ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബട്ടർ ബീൻസ് കറിയാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബട്ടർ ബീൻസ് എന്ന് പറയുന്നത് ഇത് കുറച്ച് ചെറുതാണ്, കുതുക്കുമ്പോൾ ഇത്രയും വലുതാകും. ഇത് വെച്ച് ഇന്ന് നമുക്ക് പുതിയൊരു കറി വെക്കാം. നല്ല വെണ്ണ പോലെ ഇരിക്കും, വെന്ത് കഴിഞ്ഞാൽ നല്ല മയമാണ്. ഒരുപാട് വെള്ളം വേണ്ട. ഇതിന് ഉപ്പും മഞ്ഞളും ഒന്നും ഇടുന്നില്ല, ഇങ്ങനെ ഞാൻ വേവിക്കുക. ഇത് കുക്കറിൽ അടുപ്പയിലോട്ട് വെച്ചു. ഒരു 4 വിസിൽ 5 വിസിൽ 4 വിസിൽ കഴിയുമ്പോൾ നമുക്കിത് നിർത്താം. പിന്നെ ഒന്ന് നോക്കിയിട്ട് മതി. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം തണുക്കുമ്പോൾ. നല്ല വെന്തു, നല്ല സോഫ്റ്റായി. നമുക്കിതൊന്ന് ഇളക്കാം. മുഴുവൻ വെള്ളം വറ്റിയിട്ടില്ല. അത് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് അടുപ്പിൽ വെക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി മതി. ഇനി ഇത് ഇവിടെ ഇരുന്നൊന്ന് വേണമെങ്കിൽ നമുക്ക് തിരിച്ച് ഇങ്ങനെ ഒന്ന് അടയ്ക്കാം. ആ വെള്ളം ഒന്ന് വറ്റട്ടെ. ഉപ്പൊക്കെ അതേ പിടിക്കും. ആ വെള്ളം വറ്റുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ ബാക്കി, വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ. ഇത്രയും വെള്ളമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതങ്ങ് പിടിച്ചോളും. നമുക്ക് വേണമെങ്കിൽ ഇത് അങ്ങനെ അടയ്ക്കണ്ട, ഇങ്ങനെ അടച്ചാൽ മതി. ഇനി ഒരു 5 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരിഞ്ഞ് മിക്സിയിലോട്ടിട്ട് അടിച്ച ഇതിൻ്റെ പ്യൂരി എടുക്കണം. ഉണ്ടോ? അപ്പോൾ ഏതായാലും ഉപ്പുമൊക്കെ പിടിച്ചു, നല്ല പാകമായി. ഇനി നമുക്ക് ആ ടൊമാറ്റോ പ്യൂരി ഇതിലൊഴിക്കണം. ഇനി ഇതിന് പാകത്തിന് അവരവരുടെ എരിയുടെ പാകത്തിന് കുറച്ച് മുളക് പൊടി, സ്വല്പം കായപ്പൊടി, ഒരുപാട് വേണ്ട. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഇത് വറ്റി അങ്ങ് പിടിക്കണം, നന്നായിട്ട് വറ്റി പിടിക്കണം. ഇത്രയേ ഉള്ളൂ ഇത് കാര്യം. വേണം എന്നുള്ളവർക്ക് ഇത്തിരി കുരുമുളക് പൊടി ഇടാം. ഞാനിപ്പോൾ ഒന്നും ഇടുന്നില്ല. ഒരു നുള്ള ഉലുവാപ്പൊടിയും ജീരകപ്പൊടിയും ഇടും. ഗ്യാസിൻ്റെ ഉള്ളതുകൊണ്ട് സ്വല്പം ഉലുവാപ്പൊടിയും ജീരകപ്പൊടിയും. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ബ്രെഡിൻ്റെ കൂടെ ഏറ്റവും നല്ലത്. പിന്നെ ചോറിനും ദോശയ്ക്കും ഒക്കെ നല്ല. ഇതിരുന്ന് വറ്റി ഇതിലങ്ങ് പിടിച്ച് കൊഴുകൊഴാന്നാവണം. എന്നിട്ട് നമുക്കെടുക്കാം. ഇപ്പം നമ്മുടെ ബട്ടർ ബീൻസ് കറി റെഡിയായി. ഇത് ഇനിയും വേണമെങ്കിൽ ദോശയ്ക്കകത്ത് വെച്ച് മസാല ദോശ ഉണ്ടാക്കില്ലേ, അതിന് പകരം കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കാം. ദോശയ്ക്കകത്ത് വെച്ച് കഴിക്കാം. അതല്ല എങ്കിൽ ബ്രെഡിൻ്റെ മേളിൽ ഇത് നന്നായിട്ട് തേച്ചിട്ട് വേറൊരു ബ്രെഡ് കൂടെ വെച്ച് ദോശക്കല്ലെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചൂടാക്കിയാൽ നമുക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാം. ഇല്ലെങ്കിൽ കുട്ടികൾക്ക് 4 മണിക്ക് കൊടുക്കാം, ബ്രേക്ക്ഫാസ്റ്റിനും കൊടുക്കാം. എളുപ്പം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത്. എല്ലാവരും ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും ബട്ടർ ബീൻസ്. അതല്ല എങ്കിൽ ഇനിയും വേറെ പയറായാലും കുഴപ്പമില്ല. ഞാനിത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ബട്ടർ ബീൻസ് കറിയാണ്. ഇന്ന് ബ്രെഡിൻ്റെ കൂടെ ഇതാണ് ഞങ്ങൾ കഴിക്കുന്നത്.